ഇത്രയും മരുന്നുണ്ട് സിദ്ധുവിന് തീരാനായി. ബിരിയാണി നല്ലൊരു മഴ അപ്പം പെയ്തിട്ടുണ്ടേ. എല്ലാം കഴിക്കലുണ്ട് ഇടയ്ക്ക് പറയണ്ട. ഹലോ, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിജയദശമിയാണ്. അപ്പോൾ ഒന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകണം. പിന്നെ കുഞ്ഞുവിന് സിദ്ധുവിന് മുഖം കുറച്ച് മാറി നോക്കണ്ട. 2 ദിവസമായിട്ട് നല്ല ചുമയും കാര്യമൊക്കെ ഉണ്ട്. കളി തന്നെയാണല്ലോ, കാര്യമായിട്ടുള്ള കളിയാണ്. അപ്പോൾ ഇന്നിവിടെ അടുത്ത് ലോകനാർക്കാവിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും വിജയദശമി ആയതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു വലിയൊരു തിരക്കൊന്നുമില്ല. നല്ലൊരു മഴ അപ്പം പെയ്തിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ വേഗം വിഷ്ണുവിൻ്റെ അമ്പലത്തിലോട്ട് തൊഴാൻ പോയി. അവിടെയാണ് ശരിക്കും ആദ്യം തൊഴേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ തൊഴുത്, ശിവൻ്റെ അമ്പലത്തിൽ തൊഴുത്, എന്നിട്ടാണ് ഇവിടെ ഭഗവതീൻ്റെ അമ്പലത്തിൽ തൊഴേണ്ടതെന്ന്. സിദ്ധുവിൻ്റെ ഇടത്തെ കണ്ണിന് നല്ല ചുവപ്പ് കളറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അലർജിയാണ്. അതിന് പൊതുവായിട്ട് ഡെയിലി രാവിലെ എണീക്കുന്ന സമയത്ത് ചുമയും ഒരു നന്നായിട്ട് തുമ്മുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ തുമ്മൽ വരുന്ന സമയത്ത് കണ്ണൊക്കെ ചുവപ്പ് കളറായിരിക്കും. ഇത് സജീഷറിൻ്റെ ഏട്ടനാണ്, എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവും വിചാരിക്കുന്നത് സജിത്തേട്ടെ. അപ്പോൾ അവരെ ഭാര്യേൻ്റെ അനിയത്തീൻ്റെ മോളെ അരിയിലെഴുത്താട്ടോ ഒന്ന്. അപ്പോൾ ഓരേയും കൂടി ആടെ വെച്ച് കാണാനായി. പിന്നെ ഉപ്പുമാവ് നല്ല തേങ്ങ അരച്ച തക്കാളി കറിയായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞൂനും സിദ്ധുവിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊന്നിങ്ങനെ തൊട്ട് കഴിച്ചു എന്നുള്ളും. ആ അമ്പലത്തിലതാണ്, കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രം കേട്ടോ. പിന്നെ നേരെ വന്നത് സ്കൂളിലേക്കാണ്. അപ്പോൾ സ്കൂളിലാണ് ബുക്ക് പൂജയ്ക്ക് വെച്ചത് കുഞ്ഞൂൻ്റെയും സിദ്ധുവിൻ്റെയും. ഉപ്പുമാവ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ചുമച്ചിട്ട് നല്ലോണം ചുമയായിരുന്നു. ചുമച്ച് അവന് സിദ്ധുവിന് ഒരു ചെറുതായിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ബുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് കാണിക്കാൻ പോകാമെന്ന് കേട്ടോ. കാരണം നല്ലൊരു അലർജീൻ്റെ നല്ലൊരു എന്താ പറയുക മുഖമൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ടായിരുന്നേ. അപ്പം നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കാണിക്കാനും കൂടിയും പോകാം. പിന്നെ ഇവർക്ക് ചായ കാര്യമായിട്ട് കഴിച്ചില്ലല്ലോ, അപ്പോൾ ചായയും കൂടിയും വാങ്ങി കുടിച്ചിട്ട് ഇവരെ വീട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ചതാണേ. പക്ഷേ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ ബുക്കെടുത്ത പാട് വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോയി പിന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. കുഞ്ഞുവിനെ വീട്ടിലാക്കി പിന്നെ സിദ്ധുവിനെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. വിജയദശമി ഒന്നും ഹോസ്പിറ്റലിനൊരു ഇതില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല വരിക്കൊക്കെ ഉണ്ട്. ഇത്രയും മരുന്നുണ്ട് സിദ്ധുവിന്. അലർജി ആട്ടോ, അലർജി ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പം ഇന്നൊരു ചുമ കൂടിയതിനെ കൊണ്ട് ഡോക്ടർ പറഞ്ഞ അലർജിയാണ്, അലർജിൻ്റെ ആളാണ്. എന്നാ പോവാ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള കരിമ്പനയിൽ പോയിട്ട് നൂൽപ്പിട്ടും തക്കാളി കറി കേട്ടോ കഴിച്ചത്. അപ്പം 10 ദിവസമായിട്ട് ചിക്കനും മീനും ഒന്നും വാങ്ങിക്കാത്തതിനെ കൊണ്ട് തന്നെ എന്തായാലും ഉച്ചയ്ക്ക് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ ചിക്കനും മീനൊന്നും വാങ്ങാഞ്ഞത്. അപ്പോൾ അതും കഴിഞ്ഞ് കുഞ്ഞുവിനുള്ള ഫുഡും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. കുഞ്ഞുവിൻ്റെ മുഖത്തൊരു വെള്ളക്കലയുണ്ട്. അപ്പോൾ അതിനൊരു മരുന്ന് പുരട്ടി നിൽക്കുക കേട്ടോ ആള്. അതാണ് മുഖം ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് പോകുന്നത്. പിന്നെ സൈഷയുടെ ഫുഡ് വാങ്ങാൻ പോവാ കേട്ടോ. എന്താ വേണ്ടേ? ബിരിയാണി. സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രസാദം നന്നായിട്ട് എറുമ്പ് കയറിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞോനോട് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ ഉള്ള പ്രതികരണം കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. വേണ്ട കുഞ്ഞു, വെയിലത്ത് പോണ്ടേ, എന്റെ മുഖത്തെ കലി അധികവും. വെയിലത്ത് പോയിരിക്കല്ല. സിദ്ധുവിന് അലർജിയാണ് ഗൈസ്. അലർജിയായിട്ട് ചുമച്ച് ഏകദേശം സിദ്ധു തീരാനായിരുന്നു. കുഞ്ഞു ബിരിയാണി വാങ്ങാൻ പോയതാ. 10 ദിവസത്തിന് ശേഷം. 10 ദിവസമായില്ലേ? 10 ദിവസമായി. എന്തെല്ലാം മിസ് ചെയ്തു 10 ദിവസം അല്ലേ? മുട്ട സ്കൂളിൽ ഒരു ദിവസം മുട്ട ഉണ്ടായിരുന്നു, പിന്നെ നാളെ കുഴപ്പമില്ല.
പൊതുവെ സിദ്ധു ആ നാളത്തെ മുട്ടത് വെക്കല് ഒരു ദിവസം 3 മുട്ട വെക്കുന്നു. ഞാനാകെ ഒറ്റ മുട്ട തന്നുള്ളൂ. അല്ലെങ്കിൽ നന്ദകൃഷ്ണൻ മുട്ട തിന്നൂല. അതുകൊണ്ട് ഓളെ എനക്കും തരൂ, ക്രിസ്ത്യാനി തരും. ഞാൻ എന്താക്കാനാ ഒരാള് കൊടുത്താൽ തിന്നാണ്ടിരിക്കാൻ അവൻ പഠിച്ചിട്ടില്ല അല്ലേ? മോശം എതിർക്കാനും അവൻ പഠിച്ചിട്ടില്ല. നോന്ന് പറയല്ലോ ഒരു സാധനം. എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സാധനവും എനിക്കൊന്നും ഇഷ്ടമില്ലാത്ത പഴംപൊരി ഇഷ്ടമല്ല. പഴംപൊരി നേരത്തെ എന്നോട് ഒരു കഷ്ണം വേണോന്ന് വെച്ചിട്ട് ഇഷ്ടമല്ലായിട്ട് അപ്പൊ ഇനിയും പഴംപൊരി അച്ഛൻ വാങ്ങിയാൽ ഓനൊരു പകുതി കഷ്ണം. രണ്ട് നൂൽപ്പിട്ട് അവൻ കഴിച്ചേ. നൂൽപ്പിട്ട് വെള്ളാപ്പുണ്ടായിരുന്നു. വെള്ളാപ്പം വേണ്ട, നൂൽപ്പിട്ട് മതി എന്നാണ്. ഞാൻ വെള്ളാപ്പവും കഴിച്ചു. ശരിക്കും അമ്പലത്തിൽ ഉപ്പുമാവ് നല്ലോണം ഇഷ്ടമായിരിക്കും. നല്ല സോഫ്റ്റ് ഇല്ലായിരുന്നു, നല്ല രസമുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവും തക്കാളി കറിയും ചുക്ക് കാപ്പിയും. ആ ചുക്ക് കാപ്പി ഇവൻ അങ്ങനെ കുടിച്ചിട്ടില്ല, പക്ഷെ ചുക്ക് കാപ്പി നല്ല ടേസ്റ്റ്. ഏച്ചിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇപ്പം പറയില്ലേ ചുക്ക് കാപ്പി? ഇഞ്ചി ചുക്ക് ഇഞ്ചി എന്ന് വെച്ചാൽ ചുക്ക് ഉണങ്ങിയത്. ഇഞ്ചി ഉണങ്ങിയതാ ചുക്ക്, ചുക്ക് ഉണങ്ങിയത് ഇഞ്ചി. ചേട്ടാ 10 ദിവസത്തിന് ശേഷം ഹിന്ദു ചൂടന്മാര് നോൺ വെജ് കഴിക്കാൻ പോകുന്നു. അപ്പം കുഞ്ഞൂനും സിദ്ധുവിനും ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ. ഞങ്ങളൊന്ന് കൊയിലാണ്ടി പോകാമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ സതീഷേട്ടന് ഇനി ലീവ് ഇനിയിപ്പോൾ ഉണ്ടാണെങ്കിൽ ഞായറാഴ്ച ആവണമല്ലോ. അപ്പോൾ ഏതായാലും ലീവല്ലേ. പിന്നെ ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ അമ്പലത്തിൽ പോയി, ആ വഴിക്ക് അമ്പലത്തും ചായ കുടിച്ച്, പിന്നെ സിദ്ധുവിനെ ഡോക്ടറെ കാണിക്കാൻ പോയി, വരുന്ന വഴിക്ക് ചായ കുടിച്ച്. ഇന്നെല്ലാം പുറത്തുനിന്ന് തന്നെ. പിന്നെ ഇവർക്ക് ബിരിയാണി വാങ്ങി. ഇനി ഞാളും എന്തെങ്കിലും പോകുന്ന വൈകിട്ട് ഞാളും അങ്ങ് കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞിട്ടോ ഫുഡ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ വിശക്കുന്നൊന്നുമില്ല. ലേറ്റായിട്ടാണല്ലോ ചായയൊക്കെ കുടിച്ചത്. പിന്നെ 10 ദിവസമായല്ലോ മീനും ചിക്കനൊന്നും ഇല്ലാത്തത്. എല്ലാം കഴിക്കലുണ്ട്. ഇടയ്ക്ക് എന്ന് പറയണ്ട, ഇപ്പൊ 10 ദിവസം കഴിച്ചിരിക്കുന്നതാണ്. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു നേരം മീനൊക്കെ പൊരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ വിചാരിച്ചിട്ട് കഴിച്ചു? അങ്ങനെയൊന്നുമില്ല, വേണ്ടെന്ന് വിചാരിച്ചാൽ മതി അല്ലേ. പക്ഷെ ഞാൻ കഴിച്ചിക്കില്ല കേട്ടോ. ഞാനും കഴിച്ചിക്കില്ല, മക്കളും കഴിച്ചിക്കില്ല, ദേവും കഴിച്ചിട്ടോ. ദേവും സൈഷേടനും ക്ഷമയില്ല, അതുകൊണ്ട് കേടില്ല. ഞാനും കുഞ്ഞും സിദ്ധു അല്ലേ. എന്നാല് ഞാള് പോയിട്ട് നമ്മള് പോവാ. കല്യാണമൊക്കെ ഇങ്ങ് എത്തിപ്പോയി. ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്കുമ്പോഴൊക്കെ ഓരോ വിശേഷം വേറെ ഉണ്ട്. ഒക്കെ ഞങ്ങള് വീഡിയോ ആയിട്ട് ഇനിയും വരും കേട്ടോ അല്ലേ. ഇതാ ഒരുത്തന്റെ മുഖത്ത് കല മൂക്കിന്റെ അടുത്തതാ. ഇവിടെ ഒരു ചെറിയൊരു കലയുണ്ട്, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന്റെ മരുന്നൊക്കെ വരട്ടിയിരിക്കുകയാണ്. വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞു. കൗമാരക്കാരനായതിനെ കൊണ്ടാണ്. വെയിലത്തുനിന്ന് കളിച്ചിട്ടുള്ള പരിപാടിയാണ്. ഡ്രൈ ആയിട്ടാണ്. സിദ്ധു ഇപ്പൊ ഇങ്ങനെ കറുത്ത് എടുക്കുന്നുണ്ട്. ആരെയായിരിക്കും മുഖത്ത് എന്തോ ആയതാണ്. അത് മോയ്സ്ചറൈസറിന്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട്, അത് പരട്ടിയാട്ടോ. പിന്നെ സിദ്ധു ബോഡി കാണിച്ചിട്ടുള്ളത്. സ്ട്രെസ് പിടിക്കില്ല. പനിയെടുത്തിട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പൊ ഞാള് പോയിട്ട് വരാം. ഓക്കെ, ബൈ. കൊയിലാണ്ടിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കാര്യമായിട്ട് കൊയിലാണ്ടി വന്നത്. പിന്നെ ഒന്ന് പറ്റുമെങ്കിൽ വീട്ടിലോട്ടും പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ സെൻറ്റർ ഫ്രഷിൽ സിന്ധേച്ചിയും ദീപേച്ചിയും ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, നേരെ അങ്ങോട്ടോടി. കാരണം ഓരെന്തായാലും ഫുഡ് എന്തോ കഴിക്കാൻ വേണ്ടി വന്നാന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ സതീഷേട്ടനും വരുന്ന വൈകി ചോറ് കഴിച്ചിട്ടായിരുന്നേ വന്നത്. പിന്നെ ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പർച്ചേസ് കേട്ടോ, കാരണം കല്യാണമാണല്ലോ. അപ്പോൾ സിന്ധേച്ചീൻ്റെ മോക്കാണ് കല്യാണം കേട്ടോ. എല്ലാവരും ചോദിച്ചില്ല. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ ഭാര്യ സിന്ധേച്ചി എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഓരോ മോക്കാണ് കല്യാണം. അപ്പോൾ എല്ലാവരും ഓരോന്ന് വാങ്ങുന്ന തിരക്കിലാണേ. പിന്നെ പൂരിയാണ് ഓര് കഴിച്ചത്, ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് കൊയിലാണ്ടിക്ക് വരുന്ന വഴിക്ക്, വടകരയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാളൊന്നും കഴിച്ചില്ല. ഒരു ഭക്ഷണം കഴിക്കുന്നത് നോക്കിയെന്ന്. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കേട്ടോ. മുട്ടായി, അതേപോലെ സ്പ്രേ, അങ്ങനെ ഈത്തപ്പഴം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അതുകൂടെ ഞാൻ വരുമ്പം വാങ്ങിച്ചിട്ട് വന്ന്. പിന്നെ എല്ലാം കൂടെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുന്ന സമയമായി, രാത്രിയായി. രാത്രി എന്ന് പറയുന്നത് ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ വരുമ്പോൾ ഫുഡും വാങ്ങിച്ചാൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.